ബിഷപ്പ് ഫ്രാങ്കോ നിരപരാധി എന്ന് കോടതി വിധിച്ചിട്ടും വെറുതെ വിടാത്ത മാധ്യമ വീരന്മാർ പീഡനവീരൻ കോഴിക്കോട് ഗാസിയെ കാണുന്നില്ല. എന്തുകൊണ്ട്? കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി തികച്ചും അടിസ്ഥാനരഹിതമായ കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിന് അതിതീവ്രമായ അവഹേളനങ്ങളും തികച്ചും ഹീനമായ മാധ്യമ വിചാരണകളും തുടർന്നും നേരിടേണ്ടി വന്നു. 3 വർഷങ്ങൾ നീണ്ട 105 ദിവസങ്ങളിലെ രഹസ്യ വിചാരണകൾക്കൊടുവിൽ പരാതിക്കാരിയുടെ മൊഴിക്കപ്പുറത്ത് കുറ്റകൃത്യം തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിയാതെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരമാർത്ഥം ബോധ്യപ്പെട്ട കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജി ബി ഗോപകുമാർ ഫ്രാങ്കോ പിതാവിനെ കുറ്റവിമുക്തനാക്കി. പിതാവിനെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ അത് കണ്ടെത്താനോ കോടതിയിൽ തെളിയിക്കാനോ കഴിഞ്ഞില്ല. എന്തോ വലിയ തെളിവുകൾ അടങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞ പരാതിക്കാരിയുടെ മൊബൈൽ ഫോൺ കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതിന് പോലും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇല്ലാത്ത തെളിവുകൾ എങ്ങനെ ഹാജരാക്കാൻ അല്ലേ? 2018 സെപ്റ്റംബറിൽ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഫ്രാങ്കോ പിതാവിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കേസ് ഏതായാലും അതിന്റെ പശ്ചാത്തലമോ നിജസ്ഥിതിയോ ഒന്നും ഗ്രഹിക്കാതെ പ്രതിയാക്കപ്പെട്ടയാൾ ക്രൈസ്തവനാണെങ്കിൽ, പ്രത്യേകിച്ച് പുരോഹിതനോ കന്യാസ്ത്രീയോ ആണെങ്കിൽ അങ്ങേയറ്റം തീവ്രതയോടെ ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ ജഡ്ജിമാരും സടകുടഞ്ഞെഴുന്നേൽക്കും. അതിനവർ സദാ സഭാവിരുദ്ധ നിലപാടുകൾ പേറുന്ന രാഷ്ട്രീയക്കാരെയും സഭാവിരുദ്ധരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിരന്തരം സഭയെ പുലഭ്യം പറയുന്നവരും സാമൂഹ്യ പ്രവർത്തകർ എന്ന വ്യാജേന ജീവിക്കുന്ന ക്രൈസ്തവ നാമധാരികളെയും കയ്യിലെടുക്കും. സിസ്റ്റർ അഭയ കേസിൽ തുടങ്ങി ഫ്രാങ്കോ പിതാവിന്റെ കേസിലും അത് അവർ തീവ്രമായി തന്നെ തുടർന്നു. ഈ കേസിലൊക്കെ പ്രതിയാക്കപ്പെട്ടവരുടെ മേൽ ചാർത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും അമ്പെ പരാജയപ്പെടുകയും അവരുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടും തൽപര കക്ഷികളുടെ അച്ചാരം പറ്റി മാധ്യമ പണി ചെയ്യുന്ന ചില മാധ്യമ സിംഹങ്ങൾക്ക് അസ്വസ്ഥത ശമിച്ചിരുന്നില്ല. അവർ ഇപ്പോഴും തരം പോലെ കോടതിയുടെ വിധികൾക്ക് വിരുദ്ധമായ ഹീനമായ മാധ്യമ വിചാരണകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പും ചില സാഹചര്യങ്ങളിൽ അവരെ പിടികൂടുന്ന കലശലായ തിമിരബാധയും കാണുമ്പോഴാണ് കൊച്ചുകുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്ന ഉസ്താദുമാരെ വിചാരണ ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരാകും. അപ്പോൾ അവരുടെ മാധ്യമ പ്രതിബദ്ധത കെട്ടടങ്ങി ഇല്ലാതായി പോകും. അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ ലൈലി തങ്ങൾക്കെതിരെ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടും ഇവിടുത്തെ മാധ്യമ പുലികളത് അറിയാത്തത് പോലെ മിണ്ടാട്ടമുട്ടി ഇരിക്കുകയാണ്. 2 വർഷം മുമ്പ് കണ്ണൂർ സ്വദേശിനിയായ യുവതിയെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് വനിതാ സെൽ പോലീസ് IPC 376, 506 വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പീഡന പരാതിയുമായി വന്നിരിക്കുന്ന യുവതിക്ക് 2ാം ഭർത്താവുമായുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥനായി എത്തിയതു മുതൽ ഉണ്ടായ അടുപ്പത്തെ തുടർന്നാണ് 2 വർഷങ്ങളായി പീഡനം നടന്നതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. പരപ്പനങ്ങാടിയിലെ ആനങ്ങാടിയിലെ ഗാസിയുടെ വീടിന് മുന്നിൽ സന്ദർശകർക്കുള്ള ഷെഡിൽ വെച്ചായിരുന്നു പീഡനം. ഗാസി തങ്ങൾ അപരാധിയോ നിരപരാധിയോ എന്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇന്നലെകളിൽ നിരപരാധികളായിട്ട് പോലും പ്രതിയാക്കപ്പെട്ട ക്രൈസ്തവ സന്യസ്തർക്കെതിരെ ഉറഞ്ഞുതുള്ളി ബ്രേക്കിങ്ങുകളും പ്രൈം ടൈം ഡിബേറ്റുകളും കൗണ്ടർ പോയിന്റുകളുമായി കളം കൊഴിപ്പിച്ചവർ പെട്ടെന്ന് പാരലൈസ് ആയിപ്പോയത് പ്രേക്ഷകരിൽ കടുത്ത സംശയങ്ങൾ ഉളവാക്കിയിരിക്കുകയാണ്. ചോറ് തരുന്ന ഏമാന്മാരോടുള്ള കൂറുകാണിക്കലാണ് ഈ മാധ്യമങ്ങളുടേത് എന്ന് അറിയാമെങ്കിലും ഈ അവസരവാദ മാധ്യമ പണി ഏറെ അപലപനീയമാണ് എന്നെങ്കിലും പറയാതെ വയ്യ.